ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഏത് ടൈപ്പ് കണ്ടന്റ് ചെയ്താലാണ് യൂട്യൂബിന് ഇഷ്ടപ്പെടുക. അതായത് യൂട്യൂബിന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കണ്ടന്റ് എന്താണ്. അങ്ങനെ അറിയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാലോ. അപ്പൊ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും എന്നറിയാം. അപ്പൊ ഒരുപാട് പേര് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഏത് കണ്ടന്റ് ആണ് യൂട്യൂബിന് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമുക്ക് വ്യൂസ് ഒക്കെ കുറയുമ്പോൾ അല്ലെങ്കിൽ പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും യൂട്യൂബിന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് യൂട്യൂബ് നമ്മളോട് ചെയ്യാൻ പറയുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നുള്ള യൂട്യൂബ് ഒഫീഷ്യലി നമ്മളോട് പറഞ്ഞ ആ ടൈപ്പിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ ഈ രീതിയിൽ ചോദിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. യൂട്യൂബ് ഒഫീഷ്യലി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മാത്രമല്ല, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് തന്നെ യൂട്യൂബ് ഇതിനൊരു ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് ഡസ് ദ യൂട്യൂബ് സിസ്റ്റം ഫേവർ എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് യൂട്യൂബ് മറുപടി പറയുന്നു. Our system has no opinion about what type of video you make and does not favor any particular format. Videos are ranked based on performance and viewer personalization, including their watch and search history എന്നുള്ളത്. യൂട്യൂബ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ടൈപ്പ് കണ്ടന്റ് ചെയ്യണം എന്നുള്ളത് യൂട്യൂബിന് ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളത്. അതായത് യൂട്യൂബിന്റെ സിസ്റ്റത്തിന് നിങ്ങൾ ഇന്ന ഒരു ടൈപ്പ് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കൂടുതൽ കിട്ടും, ഇന്ന കാറ്റഗറിയിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറവ് വ്യൂസ് കിട്ടും എന്നുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു അൽഗോരിതം അല്ല യൂട്യൂബിലുള്ളത്. അതുകൊണ്ട് തന്നെ യൂട്യൂബിന് ആ ഒരു രീതിയിലുള്ള ഒപ്പീനിയൻ നമ്മളോട് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒപ്പീനിയൻ അവർക്കില്ല എന്നുള്ളതാണ് അവർ ആദ്യം തന്നെ പറയുന്നത്. മാത്രമല്ല യൂട്യൂബ് അവിടെ തന്നെ പറയുന്നത്, നിങ്ങൾ ഇന്ന ടൈപ്പിലുള്ള ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫേവർ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിന് അത് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് എന്നുള്ള രീതിയിലൊന്നും യൂട്യൂബ് കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയും യൂട്യൂബ് പറയുന്നില്ല. അടുത്തതാണ് നമ്മൾ ക്രിയേറ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വീഡിയോസ് ആർ റാങ്ക്ഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആൻഡ് വ്യൂവർ പേഴ്സണലൈസേഷൻ. വീഡിയോസ് ആർ റാങ്ക്ഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോന്റെ പെർഫോമൻസിന് അനുസരിച്ചിട്ടുള്ളതാണ്. റാങ്കിങ് എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ്. അതിന്റെ ഓഡിയൻസ് റിട്ടൻഷൻ, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആകുന്നത്, റീച്ച് ആകുന്നത്. അതിനോട് കൂടെ തന്നെ പറയുന്നുണ്ട് വ്യൂവർ പേഴ്സണലൈസേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വ്യൂവർ പേഴ്സണലൈസേഷൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു മൈൻഡ് നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ പേഴ്സണലൈസേഷൻ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ്. അതായത് യൂട്യൂബ് നിങ്ങളുടെ ഒരു വ്യൂവർ പേഴ്സണലൈസേഷൻ എന്നുള്ള ആ ഒരു ടേം അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ മുന്നേ ഏതൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഏതൊക്കെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് നിങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്ക് എത്തുന്നുണ്ടാവുക. നമ്മുടെ വീഡിയോ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ്, അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് കാണുന്നവരിലേക്കായിരിക്കും നമ്മുടെ വീഡിയോ എത്തുക. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മുടെ വീഡിയോ മാത്രമല്ല അവരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാവുക, അതേ ടൈപ്പിലുള്ള ഒരുപാട് കണ്ടന്റുകൾ അവിടെ അവരുടെ മുന്നിലേക്ക് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എത്തുന്നുണ്ടായിരിക്കും. അതിലെത്ര പേര് നമ്മുടെ വീഡിയോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ നമ്മൾ അൽഗോരിതം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് പറയുന്ന ഇന്ന കാറ്റഗറിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണം എന്ന് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം വീഡിയോന്റെ റാങ്കിങ് പെർഫോമൻസ് അനുസരിച്ചിട്ടും അതുപോലെ വ്യൂവറുടെ പേഴ്സണലൈസേഷൻ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുമാണ് നിങ്ങളുടെ വീഡിയോസ് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുക എന്നാണ് അവർ പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ യൂട്യൂബ് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഒരാളുടെ മൊബൈൽ ഫോൺ എടുത്ത് നമ്മൾ ആ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഞാനിപ്പോ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബ് ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹോം പേജിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പത്തെ വാച്ച് ഹിസ്റ്ററി,
അതുപോലെ എൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കുറേ വീഡിയോസ് ആയിരിക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അപ്പൊ എൻ്റെ ഒരു ടേസ്റ്റ് അവിടെ മനസ്സിലാവും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അതിൽ മനസ്സിലാവും. അപ്പൊ എന്ത് കണ്ടന്റ് ആണ് റെക്കമെൻഡിൽ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ മുന്നേ യൂട്യൂബിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കുന്നു, അമ്മയുടെ ഫോൺ എടുത്ത് നോക്കുക, നിങ്ങളുടെ അതുപോലെ അനിയന്റെ, അനിയത്തിയുടെ, നിങ്ങളുടെ വ്യത്യസ്ത യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ വീഡിയോസ് അല്ലല്ലോ യൂട്യൂബ് ഹോം പേജിൽ വരുന്നത്, വ്യത്യസ്ത വീഡിയോസ് അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ അവരുടെ പേഴ്സണലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ വീഡിയോ അവരിലേക്കൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യം മാത്രം ശരിയായ രീതിയിൽ ചെയ്തത് കൊണ്ട് വീഡിയോ ക്ലിക്ക് ആവണം, റീച്ച് ആവണം എന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ഇവരുടെ പേഴ്സണലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ വീഡിയോയുടെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും മാത്രമാണ് നമ്മുടെ ചാനലിന്റെ റീച്ച് അല്ലെങ്കിൽ വീഡിയോന്റെ റീച്ച് എന്നുള്ളത്. അതല്ലാതെ യൂട്യൂബിന് ഇന്നൊരാളോടൊരു പ്രത്യേക താല്പര്യം, മറ്റൊരാളോട് പ്രത്യേക താല്പര്യം ഇല്ലായ്മ അല്ലെങ്കിൽ പ്രത്യേക കാറ്റഗറി അങ്ങനെയൊന്നും ഇല്ല. യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു ഒപ്പീനിയനും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ വീഡിയോന്റെ പെർഫോമൻസ് മാത്രമാണ് നിങ്ങളുടെ വീഡിയോന്റെ അല്ലെങ്കിൽ ചാനലിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. സോ ആ രീതിയിലുള്ള കൺഫ്യൂഷൻ നിങ്ങൾ അങ്ങ് ഒഴിവാക്കിയേക്ക്. നിങ്ങളൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിലും യൂട്യൂബിന് അത് ഇഷ്ടമാണോ, യൂട്യൂബ് അത് ബൂസ്റ്റ് ചെയ്യില്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വെച്ചിട്ട് നിങ്ങൾ തുടങ്ങാതിരിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ചാനൽ തുടങ്ങുക. യൂട്യൂബിന് അങ്ങനെ ഒരു പ്രത്യേക ചാനലിനോടൊരു താല്പര്യമോ അല്ലെങ്കിൽ പ്രത്യേക കാറ്റഗറിയോടൊരു താല്പര്യമോ അങ്ങനെ ഇല്ല എന്ന് യൂട്യൂബ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വളരെ താല്പര്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ നല്ല നല്ല വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ചാനൽ റീച്ചായി നല്ല രീതിയിൽ മുന്നോട്ട് എത്തുന്നതാണ്. ഒരുപാട് ചാനൽ ഓപ്പൺ ചെയ്ത് കണ്ടൊരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.